ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് റിച്ച് വ്ലോഗ്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ തന്നെ അന്നത്തെ ദിവസം നല്ല ഉന്മേഷമായിരിക്കും. നമുക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ച് ഓടുന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെ കേട്ടോ. എനിക്ക് ബ്രഷ് ചെയ്ത പാടെ ഒരു ഗ്ലാസ് ചായ നിർബന്ധമാണ്. അങ്ങനെ കൂട്ടലൊന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒരു ചായ മാത്രമെങ്കിലും മതി കേട്ടോ. ഇതിപ്പോൾ ബിസ്ക്കറ്റെല്ലാം ഉള്ളതിനെ കൊണ്ട് ഞാൻ അത് കൂട്ടിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി പുട്ട് ഇതൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. മുട്ട പുഴുങ്ങി, മൂന്ന് മുട്ട എനിക്ക് ഒറ്റക്കല്ല കേട്ടോ, ഉമ്മയുണ്ട്. അപ്പോൾ 3 മുട്ട പുഴുങ്ങി. പിന്നെ പൂള കിട്ടിയിരുന്നു, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പത്തിരിയും പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക, തിന്നാൻ ആവൂല. ഇതൊക്കെ ഉള്ളപ്പോൾ പിന്നെ അത് ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുക്കറിൽ ഇങ്ങനെ നമ്മൾ കിഴങ്ങ് ഇളക്കാനറിയില്ലേ, അതുകൊണ്ട് കുക്കറിലിട്ട് നല്ലോണം വിസിലൊക്കെ അടിഞ്ഞ് 3 വിസിൽ അടിച്ചേക്ക് കേട്ടോ. ഞാൻ നല്ലോണം ഉടഞ്ഞോട്ടെന്ന് വിചാരിച്ചു. നല്ല പൊടിക്കാനും തീരെ തൊലിയൊന്നുമില്ലായിരുന്നു, നെയ്സ് തൊലിയൊക്കെ ഇല്ലേ അതുപോലെ. മഞ്ഞളും ഉപ്പും ഇങ്ങനെയൊക്കെ പുഴുങ്ങിട്ടോ. കുക്കർ പൊന്തുന്നില്ല വെയിറ്റ് കൊണ്ട്. ഒറ്റയ്ക്ക് ഒരു കൈ കൊണ്ട് എന്താ പറയുക, എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ ഉണക്ക് അവിടെ വെച്ചതിന് ശേഷം ഊറ്റി കേട്ടോ. നല്ല പൊടിക്കുക എങ്ങനെ പറഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇതൊക്കെ ഇളക്കിയാൽ മീനൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ ഒരു അരപ്പില്ലേ, ജീരകവും പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒതുക്കിയെടുക്കണം. മിക്സി പണി തരുമെന്നറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി ഉപയോഗിക്കാത്തത്, അതുകൊണ്ട് പണി തരുമെന്നറിയില്ല. പിന്നെ ഇതൊക്കെ ഇട്ടേരാ ഓർമ്മ വന്ന് അതിൻ്റെ എന്താ പറയുക, ഈ ഒരു ബ്ലേഡ് തിരിയുന്നുണ്ടോ എന്നൊന്നും നോക്കിയില്ല. പിന്നെ വിചാരിച്ച് ഒന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമല്ലേ കേങ്ങൊക്കെ ഇളക്കിയത്. ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാം വേണം കേട്ടോ ഇതൊക്കെ തിന്നുന്നേരം. ഇതിപ്പോൾ ഞാനും ഉമ്മയുണ്ട്, 2 ആളുള്ളൂ. എന്നാലും മഴയൊക്കെ വിട്ട് ചെയ്യുന്നേരം നല്ല രസമാണ് കേങ്ങ് ഇളക്കിയതും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട്. കുറച്ചാട്ടോ വെള്ളം ഒഴിച്ചേക്കുള്ളൂ, ഒതുക്കിയെടുക്കുന്നല്ലേ. പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മിക്സി പണി തന്നെ കിട്ടോ, വർക്ക് ചെയ്യുന്നില്ല. ഇത് മത്തി ഇട്ടിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചിട്ടോ. മിക്സി ഞാൻ പണി തന്നിക്ക് എന്തായാലും. എന്നിട്ട് ഞാൻ വലിയ ജാറിൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കല്ലേ, അതിലാണ് അടിച്ചത് കേട്ടോ. മത്തി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിപ്പിച്ച ശേഷം പിന്നെ തേങ്ങ ഒതുക്കിയത് കുക്കറിലിട്ടിട്ടോ. ആ കുക്കർ തന്നെ കഴുകിയിട്ട് അതിൽ തന്നെ വെക്കുന്ന കേട്ടോ. എന്തായാലും എന്താ പറയുക, പാത്രങ്ങളെല്ലാം ഇങ്ങനെ നെട്ടണ്ടല്ലോ. പിന്നെ മഞ്ഞളും മുളകും ഉപ്പൊന്നും പോരായിരുന്നു, പിന്നെ അതൊക്കെ ഇട്ട് നല്ലോണം അടച്ച്. എനിക്ക് ചമ്മന്തിയൊക്കെ പൊടിച്ചിട്ട് വറുക്കുന്നില്ലേ കേങ്ങ്, അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാട്ടോ, ഇളക്കിയിട്ട്. പിന്നെ നല്ല ടേസ്റ്റല്ല. പിന്നെ ചക്ക ഒക്കെ ഇങ്ങനെ ഇളക്കുന്നുണ്ട്, അതും ഇഷ്ടം. അങ്ങനെ വറുത്ത് കഴിക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ തന്നെയാണ് എനിക്കും ഇഷ്ടം ചക്ക. പിന്നെ നിങ്ങളൊക്കെ ചായ കുടിച്ചോ? നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കിയത്? പുട്ടും പത്തിരിയൊക്കെയാണോ? അങ്ങനെ പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, പേക്ക് വാങ്ങിച്ചത്. ഞാൻ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പേക്ക് വാങ്ങല കേട്ടോ. പിന്നെ അപ്പം വിചാരിച്ച് 2 പൊറോട്ട എടുക്കുക, കേങ്ങിൻ്റെ കൂടി കൂട്ടി തിന്നാലോ എന്ന് വിചാരിച്ചു. ഈ പൊറോട്ട അത്ര എന്താ പറയുക, പൊള്ളത്തില്ല. അല്ലെങ്കിൽ വലിയ പൊറോട്ട ആയിരിക്കും കിട്ടൽ, ഇത് ചെറുതുമാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഉറപ്പുള്ള എൻ്റെ തൊട്ട്. പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഇടാണ്ട് കേട്ടോ ചുട്ടത്, വലിയ പ്ലേറ്റിൽ തന്നെ അതിൽ നിന്ന് അടിച്ചതാണ്, അത്രയല്ലേ ഉള്ളൂ. പൊറോട്ട
വീഡിയോയിലൊക്കെ അടിക്കുന്ന കണ്ടാൽ വിചാരിക്കും ഭയങ്കര കുക്കിങ് ചെയ്യുന്ന ആളാണെന്നല്ലേ. എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ പൊറോട്ട ഒന്ന് ചുടുന്നത്. പിന്നെ ഞങ്ങൾ എന്താ കേക്കൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് അത്ര കടുപ്പത്തിലുള്ള ചായ അല്ല കേട്ടോ ഓയിലൊക്കെ. പിന്നെ ഇതാ നേരം നമുക്കിങ്ങനെ വലിച്ച് കുടിക്കാമല്ലോ. ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പിന്നെ ജസ്റ്റ് എന്താ പറയുക വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. എന്നാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും എല്ലാവരോടും.